എന്ന് തുടങ്ങുന്ന ഒരു വിപ്ലവഗാനം ശരിയാ. മരിക്കാൻ മനുഷ്യന് മനസ്സില്ല. മരിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് മരിക്കാനായി ഒരുവൻ ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുക്രിസ്തു മരണം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ്. അവിടുന്ന് എന്തിനു വേണ്ടി മരിച്ചു? ബൈബിൾ പറയുന്നത് ഇങ്ങനെയാ: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു എന്നാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗങ്ങളിലൂടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമുണ്ടാകും. യാഗം നല്ല തോണി ഇഹത്തിൽ നിന്ന് മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ആപ്തവാക്യം. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ യാഗത്തിനു മുൻപ് നിരവധി യാഗങ്ങൾ നടന്നിട്ടുണ്ട്. അജമേധം, ഗോമേധം, അശ്വമേധം, നരമേധം തുടങ്ങിയ യാഗങ്ങൾ ഈ ആക്ഷഭാരതത്തിന്റെ മണ്ണിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ഇസ്രയേലിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ യാഗങ്ങളെല്ലാം വിളിച്ചറിയിച്ചത് യേശുക്രിസ്തുവിന്റെ യാഗത്തിലേക്കാണ്. യാഗങ്ങളൊക്കെ നടന്നെടുത്തത് ക്രിസ്തുവിന്റെ യാഗത്തിലേക്കാണ്. യാഗങ്ങളൊക്കെ വിരൽ ചൂണ്ടിയത് ക്രിസ്തുവിന്റെ യാഗത്തിലേക്കാണ്. ഈ യാഗങ്ങൾ കൊണ്ട് പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ കഴിയാതെ വന്നപ്പോൾ യേശുക്രിസ്തു കഴിച്ച ഏകയാഗത്താൽ എന്നേക്കും പാപപരിഹാരം വരുത്തിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ലേഖനകർത്താവ് പറയുന്നത്, പാപങ്ങളുടെ പരിഹാരം വരുത്തിയതിനു ശേഷം, എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, പാപപരിഹാരത്തിനു വേണ്ടി തീർത്ഥാടനങ്ങൾ വേണ്ട, പാപപരിഹാരത്തിനു വേണ്ടി നേർച്ചകളും കാഴ്ചകളും വേണ്ട, പാപപരിഹാരത്തിനു വേണ്ടി നോയമ്പുകൾ വേണ്ട, പാപപരിഹാരത്തിനു വേണ്ടി ഇനി യാഗങ്ങളും യോഗങ്ങളും വേണ്ട. പാപപരിഹാരം യേശുക്രിസ്തുവിന്റെ മരണത്താൽ വരുത്തിയിരിക്കുന്നത് കൊണ്ട് ഏതൊരു പാപിക്കും പാപപരിഹാരത്തിനായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. അതുകൊണ്ട് മരണം കൊണ്ട് ക്രിസ്തു തെരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവനാണ്. നാലാമത്, യേശുക്രിസ്തു തെരഞ്ഞെടുക്കപ്പെടാൻ എന്തുകൊണ്ട് യോഗ്യൻ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്. ഇവിടെ പറഞ്ഞവരൊക്കെ പലവരു ഈ വസ്തുത ഇവിടെ പറഞ്ഞത്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഉണ്ടല്ലോ, മരണം കൊണ്ടങ്ങ് തീർന്നുപോയതല്ല. ക്രിസ്തു മരണത്തിന്